നമസ്കാരം. ഇന്ത്യയിലെ നഗരവിശേഷങ്ങൾ, കൊൽക്കത്തയുടെ ബാക്കി വിശേഷങ്ങൾ ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഓർമ്മകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിൽ ഇന്നും നിലനിൽക്കുന്ന മനോഹരമായ സ്മാരകങ്ങളിലൊന്നാണ് കൊൽക്കത്തയിലെ വിക്ടോറിയ മെമ്മോറിയൽ. കൊൽക്കത്തയുടെ ശ്വാസകോശമെന്നറിയപ്പെടുന്ന ആ മൈതാനത്തിന് തെക്കുവശത്തു മാറിയാണ് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് എന്ന മൈതാനത്തിൻ്റെ തെക്കുഭാഗത്താണ് ഈ വെൺകൽ മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ നിരവധി ചരിത്ര അവശിഷ്ടങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മ്യൂസിയം കൊൽക്കത്തയുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. 1,00,000 പേർക്കിരിക്കാവുന്ന ലോകത്തിലെ 2 ക്രിക്കറ്റ് സ്റ്റേഡിയങ്ങളിൽ ഒന്നായ ഈഡൻ ഗാർഡൻസ്, പ്രശസ്തമായ കൊൽക്കത്ത റേസ് കോഴ്സ് എന്നിവ വിക്ടോറിയ മെമ്മോറിയലിൻ്റെ സമീപമാണ് ഉള്ളത്. കൊൽക്കത്തയിലെ പ്രശസ്ത മ്യൂസിയമാണ് 1874 സ്ഥാപിച്ച ഇന്ത്യൻ മ്യൂസിയം. അശുതോസ് മ്യൂസിയം, നെഹ്റു ചിൽഡ്രൻസ് മ്യൂസിയം, ഏഷ്യാറ്റിക് സൊസൈറ്റി, ഫൈനാൻസ് സൊസൈറ്റി, ഫൈനാൻസ് അക്കാഡമി എന്നിവയും കൊൽക്കത്തയുടെ പ്രധാന ആകർഷണ കേന്ദ്രങ്ങളാണ്. 1828 പണിത ഷാഫിദ് മിനാർ ഈ സ്മാരകം ഈ മൈതാനത്തിൻ്റെ വടക്കുഭാഗത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പ്ലാനറ്റോറിയങ്ങളിലൊന്നായ ബിർള പ്ലാനറ്റോറിയം, ഇതൊക്കെ കൊൽക്കത്തയിലെ മികച്ച കാഴ്ചകളിൽ പ്രധാനപ്പെട്ടതാണ്. കൊൽക്കത്തയും ഹൗറയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഹുഗ്ലി നദിക്ക് കുറുകെ കടന്നു പോകുന്ന കൂറ്റൻ ഉരുക്കു പാലമാണ് രബീന്ദ്ര സേതു. 1965 ഹൗറ ബ്രിഡ്ജ് രബീന്ദ്ര സേതു എന്ന് പുനർനാമകരണം ചെയ്തത്. ഇന്ന് ലോകത്തെങ്ങുമുള്ള വിനോദസഞ്ചാരികൾക്കിടയിൽ കൊൽക്കത്ത നഗരത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്ന പാലമാണ് രബീന്ദ്ര സേതു എന്നത്. 1781 ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ പണിത കൂറ്റൻ കോട്ടയാണ് ഫോർട്ട് വില്യം. അന്ന് 1781 അതിന് ചിലവായത് 1600 കോടി രൂപയാണ്. ഈ കോട്ടയ്ക്ക് ചുറ്റും അതിവിശാലമായ മൈതാനവും അവർ നിർമ്മിച്ചു. ലോകപ്രശസ്ത ഫ്രഞ്ച് എഴുത്തുകാരൻ ഡൊമിനിക് ലാംബിയർ കൊൽക്കത്തയെ ആസ്പദമാക്കി രചിച്ച വിശ്വപ്രസിദ്ധമായ നോവലാണ് സിറ്റി ഓഫ് ജോയ്. ആ നോവലിൻ്റെ പേര് തന്നെ പിന്നീട് കൽക്കത്തയുടെ വിശേഷണമായി മാറി. ഈ നോവൽ പിന്നീട് മികച്ച ചലച്ചിത്രവുമായി മാറുകയുണ്ടായി. ചലച്ചിത്ര ലോകത്ത് ടോളിവുഡ് എന്നറിയപ്പെടുന്ന ബംഗാളി ചലച്ചിത്ര ലോകയുടെ ആസ്ഥാനം കൊൽക്കത്തയാണ്. കൊൽക്കത്ത സ്വദേശിയായ സത്യജിത് റേ ലോകപ്രശസ്ത സിനിമാ സംവിധായകനാണ്. കിഴക്കിൻ്റെ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് വിളിക്കുന്നത് കൊൽക്കത്തയെയാണ്. അത് കൊൽക്കത്തയുടെ വിശേഷണമാണ്. കൊൽക്കത്ത എന്ന നഗരത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.